ഓഡു ഇൻവോയ്സിങ്. ഓഡു ഇൻവോയ്സിങ്ങിൽ നമ്മൾക്കിപ്പം ഓഡു ഓണാക്കി കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിങ് ഉണ്ട്, സെയിൽസ് മോഡ്യൂളുണ്ട്. ഇതിൽ അക്കൗണ്ടിങ് മോഡ്യൂളിൽ പോയാൽ നമുക്കിവിടെ കസ്റ്റമേഴ്സ് എടുത്താലോ അതല്ലെങ്കിൽ ഇവിടെ ടാക്സ് ഇൻവോയ്സ് ഉണ്ട്, ന്യൂ ഇൻവോയ്സ് ക്ലിക്ക് ചെയ്താലോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ പോയിട്ട് ഇൻവോയ്സസ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് കൊടുത്ത ശേഷം നമുക്ക് ഇൻവോയ്സിങ് മെനു വരും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അക്കൗണ്ടിങ്ങിൽ ഇൻവോയ്സസിലൂടെയാണ്. ഓക്കെ, കസ്റ്റമേഴ്സിൽ ഇൻവോയ്സസിലൂടെ. ഓക്കെ, അതൊരു മെത്തേഡാണ്. പക്ഷേ ഈ മെത്തേഡിനും വേറെ നോർമൽ മെത്തേഡും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അതായത് ഈ മെത്തേഡ്, അതായത് അക്കൗണ്ടിങ് മെനുവിലൂടെ പോയിട്ട് കസ്റ്റമേഴ്സിലൂടെ ഇൻവോയ്സ് ചെയ്യുന്നതും സെയിൽസ് എന്ന് മെനു പറയുന്ന മെനു ഉണ്ട്. ആ സെയിൽസ് മെനുവിൽ പോയി ഇവിടെ ക്രിയേറ്റ് കൊട്ടേഷൻ എന്നാണ് തുടങ്ങുന്നത്. സെയിൽസ് കൊട്ടേഷൻ എന്നാണ് ഇവിടെ തുടങ്ങുന്നത്. അക്കൗണ്ടിങ്ങിൽ നേരിട്ട് നമ്മൾ ഇൻവോയ്സിലേക്കാണ് പോയത്. നമ്മളിവിടെ കൊട്ടേഷൻസ് ആണ്, അതായത് കൊട്ടേഷൻ തുടങ്ങിയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, കൊട്ടേഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് മെനുവിലൂടെ പോയിട്ട് നമ്മളൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ടാക്സ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെൻറ്ററിയിൽ നിന്ന് നിങ്ങൾ ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക. ഡെല്ലിൻ്റെ കമ്പ്യൂട്ടർ 10 നിങ്ങളുടെ സ്റ്റോക്ക് ഉള്ളത്. അത് നിങ്ങളൊരു 5 വിൽക്കുകയാണ്. 5 വിൽക്കുന്നത് അക്കൗണ്ടിങ് മെനുവിലൂടെ പോയിട്ട് സെയിൽസ് അടിച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നിന്ന് ആ 5 കുറയുന്നില്ല. ഓക്കെ, സ്റ്റോക്കിനെ ബാധിക്കാതെ ഇൻവോയ്സ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റോക്ക് മാനുവലായിട്ട് കുറക്കണം. അതേസമയം കൊട്ടേഷൻ, അതായത് സെയിൽസ് മെനുവിൽ കൊട്ടേഷനിലൂടെ പോയി ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത്, അതായത് കൊട്ടേഷൻ ആവുന്നു. ഓക്കെ, അത് കൊട്ടേഷൻ കൊടുക്കുന്നു, പിന്നെ അപ്രൂവ് വന്നു, സെയിൽസ് ഓർഡർ ആവുന്നു, പിന്നെ സെയിൽസ് നടത്തുന്നു. ഈ രീതിയിൽ പോകുമ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. സെയിൽസ് ഇൻവോയ്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഡെലിവറി എന്ന് പറഞ്ഞിട്ടൊരു മെനു കൂടിയുണ്ട്. ഡെലിവറിയും കൂടി ഓതൻറ്റിക്കേറ്റ്, അതായത് വാലിഡേറ്റ് ചെയ്യണം. ആ ഡെലിവറി പോയി എന്നുള്ളത് വാലിഡേറ്റ് ചെയ്താൽ മാത്രമേ ഇൻവെൻറ്ററിയിൽ നിന്ന് കുറയുള്ളൂ. അതല്ലെങ്കിൽ ഇൻവെൻറ്ററിനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പം സെയിൽസ് മെനുവിലൂടെ പോയിട്ടുള്ള സെയിൽസ് ബില്ലിങ്ങും അക്കൗണ്ടിങ് മെനുവിലൂടെയുള്ള ഇൻവോയ്സിങ്. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഇൻവോയ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അക്കൗണ്ടിങ് മെനുവിലുണ്ട് എങ്കിലും ശ്രദ്ധിക്കുക, നമ്മുടെ സ്റ്റോക്ക് കുറയില്ല, ഇൻവെൻറ്ററി കുറയില്ല. നോർമലി നമ്മൾക്ക് ഇൻവെൻറ്ററി കുറയണം ഇൻവോയ്സ് തയ്യാറാക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ സെയിൽസ് എന്ന് പറയുന്ന മെനുവിലൂടെ തന്നെ പോയിട്ട് സെയിൽസ് അടിച്ച് സെയിൽസ് ഇൻവോയ്സ് അടിക്കണം. അതായത് ഡെലിവറി നോട്ട് ഒക്കെ ഓപ്ഷൻ അതിൽ വരും.